BM ഇട്ടൊരെണ്ണം കൊടുക്കാം അവന്മാർക്ക് വലിയ പ്രശ്നമായിരുന്നു. ഹലോ 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 കേക്കാവോ? കേക്കാ ആരാ ആരാണ് ഈ നമ്പറിൽ കോളൊന്നുണ്ടായിരുന്നു? കോളോ? അത് ഞാൻ വിളിച്ചില്ല. ഇതാരാണ്? ഞാനോ? ആ ഞാൻ അനയ. ഒന്നുറച്ച് പറയാമോ? കേട്ടൂടാ കേട്ടൂടാ. അനയ അനയ. അനയാ? അതെ. വിളിച്ചില്ലല്ലോ. ഇല്ലേ? ചന്ദ്ര ബോസ് വേറെ അറിയോ? ഐ വാണ്ട് യു ഞങ്ങൾ ഇത്രയും വിളിച്ചിട്ട് ഒരു മൈൻഡ് ചെയ്യാതിരിക്കും. ഞങ്ങൾ പോയ എന്നെ ഒരു പെണ്ണ് വിളിച്ചിട്ടേ ബാലിന്റെ നിക്കറുണ്ടാ? ചന്ദ്ര ഞാൻ ഈ നിക്കർ ഇട്ട് വന്നപ്പോഴാണ് സിറ്റുവേഷൻ തുടങ്ങുന്നത്. ചന്ദ്ര എടാ ഈ നിക്കറുടെ ഞാൻ അവൻ എന്തോ എന്താണ് സിറ്റുവേഷൻ ഒക്കെ തോന്നുന്നു ആർക്കാ ഈ നിക്കറിൽ കണ്ടാ? പിന്നെ കേട്ടില്ല ഞാൻ കേട്ടില്ല. പെൺപിച്ച് വിളിക്കണ്ട, ഞാൻ സ്പീക്കറിലിടാം. ഹലോ ഏതെങ്കിലും പൈസ കൊടുക്കണം. ഹലോ 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 ആരാ? നിങ്ങൾക്ക് പീഡിനെതിരെ വല്ല പ്രതികാരം എന്റെ വക ചെലവ് അങ്ങനത്തെ ഒരു നല്ലൊരു സംഭവം ഇരിപ്പുണ്ട്. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്പർ സേവ് ചെയ്തോളൂ. എന്താ ഇരിക്കുന്നത് കയ്യില്? അതൊന്ന് പറയോ? അത് ആവശ്യമുള്ളപ്പോ ഞാൻ പറഞ്ഞോളാം. അല്ല ആവശ്യം നമുക്കത് അറിയുമ്പോൾ ആവശ്യം ഉണ്ടല്ലോ നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. ചന്ദ്ര ഇങ്ങോട്ട് വന്നേ. ശൈലജ നേരത്തെ ശൈലജായിരുന്ന അവിടെ വിളിച്ചതന്നെ. ആള് വിചാരിച്ചു പൈസ കൊടുക്കണോ? അല്ല അങ്ങനല്ല, മറ്റേ ലോൺ എടുക്കാറുണ്ട് ചന്ദ്ര. ലോണൊക്കെ എഴുതി തള്ളൂല്ലേ? ഹെൽമെറ്റ് ഊരിയൊക്കെ എല്ലാരും ഹെൽമെറ്റ് പുതിയ മേയർ സ്ഥാനാർത്ഥിയാണല്ലേ ഇത്? ശൈലജ അനിയത്തിയായിരിക്കല്ലേ? ഞങ്ങളല്ല കോരിയിടുന്ന. ഇത് ശൈലജയുടെ അനിയത്തിയാണോ? സുഹൃത്താണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് എന്നാണ് ഇത് ഇതിന്റെ ഇത് ഇപ്പൊ നമ്മള് വോട്ട് ചെയ്യുമെങ്കിൽ സിറ്റിയിൽ എന്തൊക്കെ നിങ്ങളെ കൊണ്ടുവരും? അതാണ് എന്തൊക്കെ ഉപകാരങ്ങളാണ്? ഏറ്റവും വലിയ സ്വപ്നം ഇപ്പം കഴിഞ്ഞ മേയർ അല്ല നമ്മുടെ നിങ്ങളുടെ സ്വപ്നമല്ല, നമുക്ക് എന്തൊക്കെ ഉപകാരം? അതറിയാം, അത് നിങ്ങളുടെ സ്വപ്നം. നമ്മുടെ സ്വപ്നം അതായത് നമ്മുടെ സ്വപ്നം നിങ്ങൾ സാക്ഷാത്കരിച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾ നമ്മുടെ മേയറാണ്. അതെ അതെ തീർച്ചയായും. അപ്പം കഴിഞ്ഞ മേയർ 1 രൂപയ്ക്ക് ഇവിടെ വെള്ളം കൊണ്ടുവന്നു. പക്ഷെ 1 രൂപയ്ക്ക് ഭക്ഷണം ഇല്ല ഇപ്പോഴും. 1 രൂപയ്ക്ക് മുതുവാറ്റ് തരാൻ പറ്റുമോ? നമുക്ക് ഭക്ഷണമാണല്ലോ. അപ്പൊ ആദ്യം ഭക്ഷണം, പിന്നെ അത് കഴിഞ്ഞ് എല്ലാവർക്കും വലിയ മുതൽ മുടക്കില്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലി, അതുപോലെ പിന്നെ നികുതിയാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം. നികുതി ഭാരം കുറയ്ക്കുക. അപ്പൊ വണ്ടിയുടെയൊക്കെ വില കുറയും, അടിസ്ഥാന വിലകളിൽ എല്ലാത്തിലും വ്യത്യാസം വരും. അതൊക്കെയാണ് ഞാൻ കൂടുതൽ സാലറിയിലും കുറവ് വരത്തില്ല അങ്ങനെ ആവുമ്പോ? ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ കഴിഞ്ഞ മേയറിന്റെ ഒരു കുഴപ്പമായിരുന്നു, നമ്മള് എപ്പോ വിളിച്ചാലും പുള്ളിക്കാർ സിറ്റിയിൽ ഇല്ല. മനസ്സിലായില്ലേ? അതായത് രാത്രി ചില വേട്ടാവളിയന്മാരെ കൂടെ മലയിലും അവിടെ ഇവിടെ പോകുന്ന അല്ലാണ്ട് നമ്മൾ അല്ലാത്ത സമയങ്ങളിൽ നമുക്കൊരാവശ്യമുള്ള സമയത്ത് നമുക്ക് കയറാറില്ല. അപ്പൊ ഈ മേയറും അവൈലബിലിറ്റി കഴിക്കലടാ നമുക്ക്. അങ്ങനെ ഒരു പ്രശ്നം എന്റെ സൈഡിൽ നിന്നാവില്ല. ചന്ദ്രാന്ന് ഉറപ്പാ. ഞങ്ങൾ ഒരുമിച്ചാണ് കിളന്തിടാൻ പോകുന്നത്. മീനെ പിടിക്കാൻ പോകുന്നത്. അങ്ങനെ അതെ അതെ, നമ്മള് പാലിറക്കാനൊക്കെ ഒരുമിച്ച് പോയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു പാലത്തിൽ കൂടെ കിളന്തിടുന്നത്. അപ്പൊ ഈ ഫാമിലിന്ന് ഇറങ്ങി ഈ ഒരു ഇലക്ഷനിലോട്ട് വരാൻ തോന്നിയ ഒരു പ്രചോദനം എന്താണ്? അതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഞാനും സിറ്റിസൺ ആയിരുന്നു. അത് കഴിഞ്ഞ് നമുക്കൊരു ബിസിനസ് കിട്ടി. അപ്പം അതിലൂടെ കുറെ പേരെ സഹായിക്കാൻ പറ്റി. അപ്പൊ ഒരു ബിസിനസ് സഹായിക്കുന്ന പോലെ അല്ല, അതിലും കൂടുതൽ ആൾക്കാരെ എങ്ങനെയാണ്? ലാഭം ഉണ്ടായിരുന്നോ? തീർച്ചയായും അപ്പൊ വലിയ സഹായം ആവത്തില്ല. അത് നിങ്ങൾക്കുള്ള ഇതാണ്, അതൊരു സഹായം. കൃത്യമായിട്ട് അവിടെ സ്റ്റോക്ക് ക്ലിയർ ഇപ്പൊ മേയറിന് ചെയ്യാൻ പറ്റുന്ന പരിമിതികൾ എന്താണ്? സിറ്റിയിൽ എന്തൊക്കെ വകുപ്പുകളില് മേയറിനെ കൈയടത്താം?
അല്ല എനിക്ക് മുൻ അനുഭവം ഇല്ല, അതുകൊണ്ട് എനിക്ക് അറിയുന്ന വെച്ചിട്ട് ജീവിത ചെലവുകളിലെല്ലാം വ്യത്യാസം കൊണ്ടുവരാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. അതെ അതെ അതെ. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നമുക്ക് അല്ല ഇപ്പൊ എത്ര സത്യം പറഞ്ഞ എന്റെ ഒരു നമുക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം പറയാം മേയറെ. ഈ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ തന്തയില്ലാത്തവരാണ് കൂടുതൽ. ഇപ്പൊ നമ്മളടക്കം അനാഥർ. അപ്പൊ അവർക്കൊരു ഓർഫനേജ് നല്ലൊരു കൺസെപ്റ്റ് ആയിരിക്കും അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ. ഇപ്പൊ നമ്മളെടുത്ത് വളർത്തിയ സൂര്യ അച്ഛനാണ്. അപ്പൊ അച്ഛന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഓർഫനേജ്. അപ്പൊ പൊടി പിടിച്ച ഒരു ഓർഫനേജ് കിടപ്പുണ്ട്. മേഡത്തിന് താല്പര്യം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മള് വോട്ടിടലോ നമ്മളെ കുടുംബം മൊത്തം. പിന്നെ ശൈലജാമ്മ ഇവിടെ കുറെ ബുദ്ധിയില്ലാത്ത കുറെ ഇവന്മാരെ അതായത് നമ്മളെ ഈ തെരുവ് പട്ടികളൊക്കെ നമ്മൾ പിടിച്ചോണ്ട് പോകത്തില്ലേ, നമ്മൾ പിടിച്ചോണ്ട് സ്കൂളിൽ കൊണ്ടാക്കത്തില്ലേ. അതായത് നമ്മൾ ഈ തെരുവ് പട്ടികളെ നമ്മൾ മറ്റേ ഇതൊക്കെ ഇട്ടിട്ട് കുരുക്കൊക്കെ ഇട്ടിട്ട് പിടിച്ചോണ്ട് പോകത്തില്ലേ, അതുപോലെ കൊച്ചിറക്കന്മാര് പഠിക്കാൻ പോകാൻ വെടിവെപ്പായിട്ട് കിടക്കണം. അവന്മാരൊക്കെ പിടിച്ച് തൂക്കി കയറ്റി സ്കൂളിൽ കൊണ്ടുപോകണം. ഏത് അല്ല ഇപ്പൊ സ്കൂള് പണിയോ? സ്കൂള് പണിയാണെങ്കിൽ ഓട്ടോ എന്റെ ഉറപ്പ്. അതുമല്ല ഇപ്പൊ സ്കൂള് തുറക്കാൻ പോവാണ്. പെട്ടെന്ന് തുടങ്ങി ഈ മാസം തന്നെ കേറ്റ പിള്ളേരെല്ലാം. ഞങ്ങളോട് പഴയൊരു പയ്യൻ അവിടെ TMG-യിലുണ്ട്. അവനെ ഒന്ന് പഠിപ്പിക്കണേ. കഴക്കിലാടേ ഇങ്ങോട്ട് കയറി എന്നെ വണ്ടി അടിച്ചു. നിന്റെ ചന്ദ്ര ഞാനാണെങ്കിൽ അതുവഴി പോയപ്പോ ഇത് BM ആണ്. ഇത് BM മനസ്സിലായ അവന്റെ കാറുണ്ട്. എടുത്തോണ്ട് പോടാ അവന്റെ കഷ്ടം കാറ് വണ്ടികളൊക്കെ കത്തി. സ്കൂളിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ശ്രദ്ധിച്ചായിരുന്നോ? സ്കൂളിന്റെ കാര്യം പറഞ്ഞപ്പോ ശൈലജ സ്ഥലം വിട്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ കുടുംബത്തിൽ എണ്ണം കുറയുന്നു. ആ നമ്മുടെ കുടുംബത്തിലും എണ്ണം 2 കുറയും. ആരൊക്കെ ദാമു പോവും സ്കൂളില്. പിന്നാരൊക്കെ പോടാ പപ്പു. അത് ഇവരില്ലായ്മ. ബ്രോ കഴിഞ്ഞില്ലേ വിട്ടൂടെ? ചന്ദ്ര ഒരുത്തനാണെങ്കിൽ മുട്ടൻ ചോറ് ഞാൻ ഈ നിക്കർ വിട്ട് നടന്നപ്പോ അവനറിയില്ല എല്ലാം പിടി. ഇമാരാണോ? ഹലോ ചുമ്മാ ചൊറിയാടാൻ പറ്റൂല, ചുമ്മാ ഇടിക്കാടാ കഴിക്കണം. ലിസ്റ്റിൽ കുറെ ഉണ്ടല്ലോ അവന്മാരെ പോയി തപ്പ്. അല്ലാണ്ട് മിണ്ടാൻ നിൽക്കാൻ അണ്ടിക്കരെ പിടിക്കാതെ.